അതിനകത്ത് പുഴുണ്ടാവും. മര്യാദക്ക് നോക്ക്. ഞാൻ നോക്കല്ലേ. ഇങ്ങനെ എല്ലാരും മുരിങ്ങാല ശരിയാക്കണേ. ഇന്ന് നാത്തു നോക്കുന്ന എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എന്നാ ഒന്ന് നോക്ക്. അതൊന്നും വയ്യ. നാത്തുനെ എന്നോടും അമ്മയുടെ ഈ നാട്ടുകാർക്കൊക്കെ ഭയങ്കര അസൂയ. അതെ, നിന്നോടും അമ്മയോടും നാട്ടുകാർക്ക് അസൂയ. അല്ല, ഈ സാധാരണ അമ്മായിയമ്മയും മരുമക്കളും തമ്മിൽ എപ്പോഴും വഴക്കല്ലേ എല്ലാ വീട്ടിലും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞങ്ങള് ഭയങ്കര സ്നേഹത്തിലല്ലേ. അയ്യടാ, അത് നിന്റെ മിടുക്കൊന്നും അല്ല, എന്റെ അമ്മയുടെ മിടുക്കാ. നിന്നെ ഉണ്ടല്ലോ ഒരു മരുമോളായിട്ട് അമ്മ ഒരിക്കലും കണ്ടിട്ടില്ല. സ്വന്തം മോളായിട്ടല്ലേ കണ്ടത്. പിന്നെ അതൊന്നും അല്ല. ഇപ്പൊ അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും കാണിച്ചാലും ഞാനൊന്നും മിണ്ടൂല. പ്രായമായതല്ലേ. അയ്യോ, എന്തൊരു പാവം. എന്നിട്ട് ആ അമ്മയായിട്ടല്ലേ നീ കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം നിന്റെ വീട്ടിലോട്ട് പോയത്? നാത്തൊരു 3-ാമത്തെ ദിവസം എന്റെ വീട്ടിൽ പോകുന്ന ചടങ്ങല്ലേ കല്യാണം കഴിഞ്ഞിട്ട്. അതിന് പിന്നെ എനിക്ക് പോകണ്ടേ? നാത്തൊരു ഒളിച്ചോടി പോയതുകൊണ്ട് ചടങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും പറഞ്ഞ ഉടനെ അങ്ങോട്ട് ഒളിച്ചോടി പോയ കാര്യം പറയും. അപ്പൊ എന്റെ മനുഷ്യനൊന്നും മിണ്ടൂല്ലോ. ഞാൻ പറഞ്ഞതിന്റെ സത്യല്ലേ. എന്നാ 3-4 എടുത്ത് നോക്കുന്നേ. അപ്പൊ വേഗം ആവും. പറ്റില്ല, ഒളിച്ചോടി പോയ ആൾക്കാർ ഇതൊക്കെ ശരിയാവില്ല. ഇത് എന്തീ കനകേട്ടൻ വരാത്തെ? നീ അമ്മ വരാത്തത് അതെ, ആവശ്യത്തിൽ കൂടുതൽ കാശായി കഴിയുമ്പോ പിന്നെ ജോലി ഉപേക്ഷിക്കല്ലേ? ഓ, ഞാൻ ജോലി രാജിവെക്കാൻ പോവാടാ. അധ്വാനിക്കാതെ കാശ് കിട്ടണല്ലേ? ഓ, എന്താ പതിവില്ലാതെ? എന്തേ? അല്ല, നിന്നെ ഇവിടെ കാണാറില്ലല്ലോ. എന്റെ വീട് അപ്പുറത്താ. ആണോ? അതെ ജമതി, നമ്മള് രക്ഷപ്പെട്ടടി. എന്താ ലോട്ടറി എങ്ങനെ അടിച്ചോടാ? ആ, ഇത് ലോട്ടറി തന്നെയാ. അയ്യോ, ലോട്ടറി അടിച്ചോ? പറ, മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ഇതിന് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ ജമന്തി, നിനക്ക് ഓഹരി കിട്ടിയിട്ടുള്ള സ്ഥലത്ത് നിൽക്കുന്ന വലിയ ബിൽഡിംഗ് ഇല്ലേ? ബിൽഡിങ്ങോ? ആ പാർക്കവിന്നിലെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി. എന്റെ വീട്ടുകാര് തന്നതാ. ഇതൊന്നും ഇല്ലാത്തവര് ഇവിടെ ഇരുന്ന് കൊഞ്ഞനും കുത്ത. ഞാനിതൊന്ന് പറഞ്ഞോട്ടെ. പറയട്ടാ. ആ, അത് വാടകയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വാടകയ്ക്ക് കൊടുത്തു. ഏത് പൊട്ടനാണ് അത് വാടകയ്ക്ക് വെച്ചത്? സർക്കാര്. സർക്കാരോ? സർക്കാരിന് വേറെ ഇഷ്ടം പോലെ കെട്ടിടങ്ങളുണ്ടല്ലോ, പിന്നെ ഇതിനാ ഉണക്ക കെട്ടിടം. ഒന്നും മിണ്ടായിരിക്കും. ഏട്ടാ പറ. ആ കെട്ടിടത്തിൽ ബിവറേജ് വരണു. ബിവറേജ് വന്നത് മാജിക് പഠിപ്പിക്കാൻ. ബിവറേജ് വന്ന ആളുകളൊക്കെ പോയിട്ട് മാജിക് പഠിക്കല്ലേ ചെയ്യാ. ഒരു മന്ദഗണാപ്പന്നെ ഏട്ടാ ഈ സാധനം. ആ സുയോട്ടെ കണ്ണു കാണാൻ പാടാതിരിക്കുക. ഏട്ടാ പറ. ഈ സർക്കാർ ഇപ്പൊ പുതിയ നിയമം ഇറക്കിയത് അറിഞ്ഞില്ലേ? ഹൈവേന്ന് 500 മീറ്റർ മാറിയിട്ട് ഇപ്പൊ ബിവറേജ് പാടുള്ളൂ. ശരി, ഞാൻ വാർത്തയെ കണ്ടായിരുന്നു. അല്ലേട്ടാ, ഇനി അവിടെ ബിവറേജ് വെച്ചിട്ട് വലിയ പ്രശ്നം ഉണ്ടാവോ? എന്റെ വീട്ടിലറിഞ്ഞ ആകെ അറിയാലോ. അവിടെ എന്ത് പ്രശ്നം ഉണ്ടാവാനെന്ന്? ഇത് 500 മീറ്റർ ഒക്കെ കൂടുതൽ മാറി കിടക്കുന്ന സ്ഥലമല്ലേ, പിന്നെ കാടും പന്തിയും പിടിച്ച് കിടക്കുന്നതാണ്. അടുത്തൊന്നും ഒരു വീട് പോലും ഇല്ല, പിന്നെ ആരെന്ത് പ്രശ്നം ഉണ്ടാക്കാനാണ്? കുഴപ്പമില്ലേ? ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത്. ഞാൻ വിചാരിച്ചല്ല ലോട്ടറി അടിച്ചിട്ടുണ്ടാവും. ഇനി പറയാൻ പോകുന്നത് കേട്ടാ നീ ഞെട്ടും. എന്തിന്? 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ്, 25,000 രൂപ മാസ വാടക. ഓ എന്റെ അമ്മോ, എന്റെ പൊന്നു കനക, കുറേശ്ശെ തള്ളടാ. ഇവളുടെ കൂടെ ചേർന്നിട്ടുണ്ടല്ലോ നീ, ഭയങ്കര നുണയനായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങള് പലതും പറയും, അതിൽ അഭിപ്രായം പറയാൻ വരണ്ട. എന്റെ മറ്റവനുണ്ടല്ലോ, ആ മന്ദങ്ങണാപ്പൻ, അവൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവൻ അറ്റാക്ക് വരും. മോനെ, നീ വല്ല പൊട്ടന്മാരോടും പോയി പെടാ വഴി പോയിട്ട്. ആ ഉണക്കക്കെട്ടിടത്തിന് 25,000 രൂപ 1 ലക്ഷം രൂപ പകുതി വിശ്വസിക്കും. അങ്ങോട്ട് ചെന്നാ മതി, ഇപ്പൊ കിട്ടും. എന്റെ ഏട്ടാ, ഒരു കാര്യം ഞാൻ പറയാം. എല്ലാ മാസം 25,000 കിട്ടൂലേ? അതിന്ന് 10,000 എന്റെ വീട്ടിൽ കൊടുക്കണം. കാരണം അവരല്ലേ അത് തന്നത്. അതെ, അതൊക്കെ പണ്ട് നീ കുടുംബത്തിൽ വന്നതിന് മുമ്പ്. ഇപ്പൊ ഇതേ ഈ കുടുംബത്തെ സ്വത്താ. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ അമ്മ തീരുമാനിക്കണം. ഇപ്പൊ അതൊന്നും സംസാരിച്ചാൽ ശരിയാവില്ല. ആദ്യം നീ ഭക്ഷണം എടുത്തു. പിന്നെ വേറൊരു കാര്യം, ആ ബിൽഡിംഗ് എത്രയും പെട്ടെന്ന് പോയിട്ട് വൃത്തിയാക്കണം. അത് പെയിന്റ് അടിക്കും വേണം. അത് വേണമെങ്കിൽ ക്ലീറ്റർ നല്ലോണം പെയിന്റ് അടിക്കും കേട്ടോ. ഓ പിന്നെന്താ, അവൻ പെയിന്റ് അടിക്കല്ല, അവൻ പൈന്റ് അടിക്കും. അയ്യോ, ആ പെയിന്റ് അടി ഒന്നും ഞങ്ങൾക്ക് വേണ്ടേ. ഇങ്ങോട്ടേ. ഇനി നിന്നോട് വേറൊരു കാര്യം, ബിവറേജ് അവിടെ തുടങ്ങി കഴിഞ്ഞാൽ കള്ളും കുടിച്ചിട്ട് അതിന്റെ അവിടെ മൂക്കും കുത്തി പോയിട്ട് എനിക്ക് നാണക്കേട് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞേക്കാം അവനോട് കേട്ടാ. ഞാൻ ആ ബിൽഡിങ്ങിന്റെ ഓണറാ. പടി ഭക്ഷണം കഴിച്ചു പോയാൽ മതി. അത്രേ ഉള്ളൂ, എനിക്കറിയാം ഭക്ഷണം കഴിക്കണം. ക്ലീറ്റ് ശരിക്കും നോക്കിയോ? അത് ശരിക്കും 500 മീറ്റർ തന്നെ ഉണ്ടോ? 500 അല്ല തങ്കം, 550 മീറ്ററും ഉണ്ട്.
സത്യം പറഞ്ഞാൽ ആദ്യം ഞാനൊരു ടേപ്പ് മേടിച്ച് അളന്ന് നോക്കി. ഒരു 5 പ്രാവശ്യം അളന്നപ്പോഴും അത് 550 മീറ്റർ ഉണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം ടേപ്പ് കംപ്ലൈൻ്റ് ആണെന്ന്. അങ്ങനെ ഞാൻ ഇത് രണ്ടാമത് മേടിച്ചതാണ്. പക്ഷേ 550 മീറ്റർ ഉണ്ട്. ഇതാണ് മനുഷ്യന് സമയം മാറാൻ അധികം നേരമൊന്നും വേണ്ടാന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ കാണേണ്ടി വരും അറിയാമോ? ആ മന്ദത്തിലാണെങ്കിൽ ഗമയോ എൻ്റെ പൊന്നോ. മാസം 25,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ അവള് നിലത്തൊന്നുമല്ല, അവൾക്ക് സ്ത്രീധനം കിട്ടിയതാണല്ലോ. നീ മൈൻഡ് ചെയ്യാൻ പോണെന്തിന്? ഞാൻ എങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കും? എന്നെ എന്തോരം കളിയാക്കിന്നറിയോ? അതെ. അവൻ അവിടെ ആ കെട്ടിടത്തിന് പെയിന്റ് അടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആ പൈസ നമ്മുടെ കയ്യിൽ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞു, എടാ ക്ലീറ്റോ നല്ലോണം പെയിന്റ് അടിക്കാൻ, ക്ലീറ്റോനെ ഏൽപ്പിക്കാൻ. എൻ്റെ പൊന്നെ. അപ്പൊ അവൻ പറയാണ് നിന്റെ ക്ലീറ്റോന് പെയിന്റ് അല്ല പൈന്റ് അടിക്കാൻ അറിയാവുന്നേന്ന്. എന്നിട്ട് കക്കക്കക്കക്കാന്നും പറഞ്ഞൊരു ചിരി. ക്ലീറ്റോയ്ക്ക് പൈൻ്റ് അടിക്കാൻ അറിയാം, ഫുൾ അടിക്കാമെന്ന് ക്ലീറ്റോ വിചാരിച്ചാൽ കാണിച്ചു കൊടുക്കാം. ആണെങ്കിൽ നിങ്ങൾ ഈ പറച്ചില് മാത്രമേ ഉള്ളൂ. അതെ, നീ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് നൈസായിട്ട് എന്തെങ്കിലും നമുക്കൂടെ അതിൽ നിന്ന് മേടിക്കാനൊന്ന് ചോദിക്കണ്ടായിരുന്നോ? അതൊക്കെ അമ്മ പറഞ്ഞതാ. അപ്പോൾ അമ്മ അവനോട് പറഞ്ഞടാ നിന്റെ കൂടപ്പറപ്പല്ലേ, അവൾക്ക് എന്തെങ്കിലും ഒരു ഓഹരി കൊടുക്കണമെന്ന്. അപ്പൊ അവനതല്ല, അവളുടെ വീട്ടിലോട്ട് കൊടുത്തു വിടണമെന്ന്. നമുക്ക് നയാ പൈസ തരില്ല എന്ന് പറഞ്ഞേക്കണ. അത് ശരി. അങ്ങനെയാണെങ്കിൽ അവിടെ ബീവറേജ് വരുമോ ഇല്ലയോ എന്ന് ഈ ക്ലീറ്റോ കാണിച്ചു കൊടുക്കാം. വരുത്തരുത് ക്ലീറ്റോ. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തോളാം. അമ്മേ, വാടകയ്ക്ക് കൊടുക്കണ കാര്യം പറഞ്ഞപ്പോഴേ എന്റെ വീട്ടിൽ എല്ലാവർക്കും സന്തോഷമായമ്മേ. ആ എങ്ങനെ സന്തോഷിക്കാതിരിക്കും, വെറുതെ അടച്ചു കൂട്ടിയിട്ടിരുന്നതല്ലേ. ഏട്ടാ, അവിടെ പെയിന്റ് അടിക്കാൻ പറഞ്ഞോ? ആ കാടും പൊന്തൊക്കെ വെട്ടാൻ വേണ്ടി പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. എടാ പെയിന്റ് അടിക്കുന്നത് അവന് കൊടുത്തല്ലേ. അമ്മയ്ക്ക് എന്താ വട്ടുണ്ടോ? അത് തന്നെ, ചുമ്മാ കുരിഞ്ഞിന് ഇര പോലും എടുക്കാത്ത പാർട്ടിയാണ് പെയിന്റ് അടിക്കാൻ നടക്കുന്നത്. കൂടി കൂടി എന്താട്ടമ്മേ? അളിയ എന്താ പത്രം വായിച്ചോണ്ടിരിക്കണോ? ഇല്ലല്ല, ഞാൻ ചപ്പാത്തി വിട്ടോണ്ടിരിക്കുക. കാര്യമാണ്. നീ എവിടൊക്കെ രാവിലെ തന്നെ വെള്ളം വെള്ളയിട്ട് ആരെ വിളിപ്പിക്കാനാ? ഞാനേ അമ്മേരെ അനുഗ്രഹം മേടിക്കാൻ ഇറങ്ങിയതാ. ഏതമ്മയുടെ അടുന്ന്? ഏതമ്മേ? ഈ അമ്മയുടെ എന്റെ പൊന്നു മോനെ, നിനക്ക് ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പൊ എന്തോ പറ്റി? അമ്മേ, ഇന്നല്ലേ ഇലക്ഷനും ഉണ്ടാവുമായിരിക്കും. ആണോ ക്ലീറ്റോ ചേട്ടാ? ഓ ഇതൊന്നുമല്ലമ്മ, നമുക്കൊരു നല്ല കാര്യം വരുന്നു എന്ന് അറിഞ്ഞപ്പോ അത് ആലോചിച്ച് വട്ടായി പോയതാ. അമ്മേ, ഞാനൊരു പൊതുപ്രവർത്തകനാണല്ലോ. അപ്പൊ പൊതുജനങ്ങൾക്ക് നന്മ ഉണ്ടാകുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ. നന്നായിരിക്കട്ടെ. അമ്മ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ആ കൊടുക്കമ്മ, മൊത്തം കൊടുക്കാം. പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ, പ്രാർത്ഥിച്ചേക്കാം. എന്തായാലും അവൻ എന്നെ ഒരു അനുഗ്രഹം മൊത്തം കൊടുത്തേക്ക്. പ്രാർത്ഥിച്ചോണേ അമ്മ. ഓ പിന്നെ ജനങ്ങൾക്ക് നന്മ വരുന്ന കാര്യമല്ലേ. ക്ലീറ്റോ ചേട്ടാ, ചളമാക്കരുത്. അളിയോ, ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? ഇങ്ങനെ ഒറ്റ ഇരിപ്പിരുന്ന് പത്രം വായിച്ച് തീർക്കരുത്. നാളത്തെ പത്രം കൂടെ വായിക്കാനുള്ളതാണ്. സന്തോഷമുള്ള വാർത്തകൾ ഉണ്ടാവും. വരട്ടെ അമ്മേ. എന്തോ കുത്തും കോളും വെച്ചാണല്ലോ സംസാരം. രാവിലെ എന്നിട്ട് പൊട്ടം കടിച്ച പോലെ വന്നേക്കണേ. നാത്തൂന്റെ ഇത് നല്ല തല്ലി ഇടിക്കാണോന്ന് രാവിലെ തന്നെ. ഹലോ, ആഹാ ബഷീർക്ക, ഒരു 50 ചിക്കൻ ബിരിയാണി വേണം. അന്നത്തെ പോലെ വെറും എല്ല് മാത്രം കൊടുത്ത് വിടരുത്. ആ ഇറച്ചി വേണം. ആ ശരി ശരി ശരി, ഞാൻ വിളിക്കാം. ഓ ആഹാ അല്ലടാ, ഞാൻ കേട്ടത് സത്യമാണോ? എന്തുവാ? നമ്മുടെ ജമന്തിക്ക് ഭാഗം കിട്ടിയ സ്ഥലത്ത് ബീവറേജ് വരാൻ പോണെന്ന്. സന്തോഷായില്ലേ? ഓ എന്തോ സന്തോഷം. കണ്ടവന്റെ പറമ്പിലെ പുല്ലും കണ്ടോണ്ട് ഞാൻ പശുവിനെ വളർത്തിട്ട് വല്ല കാര്യമുണ്ടോ? കുടുംബത്തൊരു നല്ല കാര്യം നടക്കുമ്പോൾ നീ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടത്? അല്ല മാമ, ആർക്കാണ് നല്ലത് വരുന്നത്? കനകനും അവന്റെ കുടുംബത്തിനും അല്ലേ നല്ലത് വരുന്നത്? എനിക്കോ എന്റെ തക്കളി പോക്കോ എന്റെ തങ്കത്തിനും എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ലല്ലോ. ഇല്ലല്ലേ. ആ ഞാൻ ഒന്നും ചോദിച്ചില്ലേ, നീ ഇപ്പൊ എങ്ങടാണാവോ? ആ ഞാൻ ഇച്ചിരി തിരക്കില്ല. ഇത് ശനിയാഴ്ചയല്ലേ, നല്ല ദിവസം. ജനനന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാനത് നോക്കിയിട്ട് വരട്ടെ. ഈ ജനനന്മയൊക്കെ ചെയ്യണതിന് നല്ല ദിവസം നോക്കണം. ആ അങ്ങനെ ഉണ്ട്. ആ പൊതുജനസേവനം ചെയ്യാനും നല്ല ദിവസം നോക്കണം. അല്ല, ഈ ശനിയാഴ്ച എങ്ങനെയാ നല്ല ദിവസമാവുക? അവന്റെ കളിയാക്കിയതാ? ഏയ് ചിലർക്ക് ശനിയാഴ്ച നല്ല ദിവസമാവും. കനക കനക ചേച്ചി, ജവന്തി അമ്മാവ തോന്നുന്നു. ആ എവിടെ കനകൻ? എവിടെ? സന്തോഷായടാ, ഞാനെല്ലാം അറിഞ്ഞു. എന്തായാലും ജമന്തിക്ക് കിട്ടിയ വീട് എന്തായി ആച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ. നല്ലൊരു വരുമാനല്ലേ വരാൻ പോണ്. നീ സന്തോഷിക്കൊന്നും വേണ്ട. എനിക്ക് നിന്നെ പേടിയാണ്. അവിടെ എന്ത് നടത്തുന്നതിന് എനിക്ക് വിഷമമില്ല. പക്ഷെ ഇതൊരു മാവേലി സ്റ്റോർ അല്ല, മദ്യഷാപ്പാണെന്ന് ആലോചിച്ച് വേണം ഇതൊക്കെ കാണാൻ. അതെ, മദ്യഷാപ്പാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ എത്ര സന്തോഷം. ആ തങ്കം അറിഞ്ഞില്ലേ, ആങ്ങളക്ക് ശുക്രദശ. എനിക്ക് തോന്നുന്നത് ശാപം കിട്ടുന്ന പണിയാന്നാ. ഇത് വേണ്ട. വല്ല പെണ്ണുങ്ങളുടെ ശാപം കിട്ടും. നാത്തൂനെ, മൂത്തവര് സംസാരിക്കുമ്പോ ഇടയിൽ കയറി വരണ്ട.
അമ്മാവാ ഹവീൽദാര് വീരഭദ്രൻ നായരുടെ മക്കള് കള്ള് വിറ്റ് നടക്കണമെന്ന് ആൾക്കാർ പറയും, നോക്കിക്കോ. എടി അതിന് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടമില്ലാതില്ല, ഇഷ്ടം തന്നെ. പക്ഷെ ഈ പണ്ടേ ഈ ഹവീൽദാരി മദ്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴുണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷമായിരുന്നു. അന്ന് എനിക്കുള്ള ഒരു ആഗ്രഹമായിരുന്നത്, നിനക്കറിയാലോ. മദ്യക്കുപ്പി പലതും അധിക വിലക്ക് വിറ്റിരുന്നത് ഞാനല്ലേ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്തിനു ശാപം കിട്ടാൻ? ഇത് വാറ്റുചാരായെന്നല്ല, സർക്കാർ അംഗീകരിച്ച് അവര് വെക്കുന്നതിന് നമ്മൾ വാടകയ്ക്ക് സ്ഥലം കൊടുക്കണം, അത്രയല്ലേ. കള്ളല്ലേ? പിന്നെ അമ്മാവാ, ഇനിയിപ്പോ നമ്മൾ ബിവറേജ് പോയിട്ട് ക്യൂ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്താൽ മതി, അന്നേരം സാധനം ഇവിടെ എത്തും. ഞാനേ ഇനി കുറച്ച് ദിവസം ഇവിടെ അങ്ങോട്ട് കൂടിയാലോ എന്ന് ആലോചിക്കാം. എന്തിന്? അത് വേണ്ട, നീ ഇവിടെ താമസിച്ചാൽ ശരിയാവത്തില്ലടാ ഈ മദ്യ കച്ചവടമായിട്ട്. നീ ഒരു കാര്യം ചെയ്യ, അവിടെ എങ്ങാനും നിൽക്കി, ആളുകാർ കയറി ഇറങ്ങാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. അതിന് ആൾക്കാരില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ. ആളുകൾ വന്നോളും. അത് തന്നെ, ഇവിടെ ഇതിന്റെ ഉള്ളിൽ കൂടി നടക്കൂല. അതെ, അമ്മാവന്റെ സ്വഭാവം നന്നായിട്ട് അമ്മയ്ക്ക് അറിയാതുകൊണ്ടാ. ഇത് ഏട്ടനോട് കൂടിയാ പറഞ്ഞത്, ഇവിടെ കൂടി നടക്കൂല. അല്ല, ഇവിടെ കഴിക്കണമെന്നില്ല, ഇങ്ങനെ ഒരു സ്ഥാനമുള്ള സ്ഥിതിക്ക് എനിക്ക് ക്യൂ നിൽക്കണ്ട, വേണ്ടത് വേണ്ടപ്പോ കിട്ടുമല്ലോ അല്ലേ. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ആ 2 മുറി കടയില്ലേ, അത് 1 മുറി അമ്മാവന് കൊടുക്കാം. അവിടെ ഇരുന്ന് കണ്ടുപിടിക്കാം, അത് നല്ല കാര്യം. കള്ളുടിക്കാനല്ല, അവിടെ ബിസിനസ് ചെയ്യാന്. എന്ത് ബിസിനസ്? അല്ലേ, ഉഗ്രൻ ഐഡിയ ആണ്. ഒരു ഫ്രിഡ്ജ് മാത്രം വാങ്ങിച്ചാൽ മതി അമ്മാവ. പിന്നെ തണുത്ത വെള്ളം, സോഡ, പിന്നെ ടച്ചിങ്സ്, അതിന് അച്ചാറ്, താറാമുട്ട പുഴുകിയത്, കോഴിമുട്ട പുഴുകിയത്, പിന്നെ കപ്പലണ്ടി, മരച്ചീനി, മീന്, എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യാം. പറഞ്ഞ പൈസയാണ്, 5 പൈസ കടം പോകില്ല. അത് നല്ലൊരു, ഞാൻ എന്തായാലും വെറുതെ ഇരിക്കാം, എന്നാ കച്ചവടം ചെയ്യാം. പിന്നെ മറ്റേ മുറി ക്ലീറ്റോന് കൊടുക്കോ? എന്തിന്? അല്ല, ക്ലീറ്റോ കച്ചവടം ചെയ്തോളൂടാ. അയ്യോ വേണ്ട, വാടക തരുന്നവർക്കേ ഞങ്ങൾ കൊടുക്കാറുള്ളൂ. അവനെങ്ങനെ അവിടെ കച്ചവടം ചെയ്ത് അവന് സോഡ വെക്കാനല്ലേ ഒഴിവുണ്ടാവുള്ളൂ. ആ സോഡ ഒഴിച്ചിട്ട് നിറയെ കഴിക്കാനേ സമയം കിട്ടും. എന്നാ പിന്നെ ഞാൻ അവിടെ തയ്യക്കട തുടങ്ങാം. ഞാനേ തരക്കൊന്നാണ് തരും ചേട്ടാ. നീ ആ കള്ളുടിയന്മാരുടെ പോരുന്നിട്ട് ആരടി തയ്ക്കാൻ നിൽക്കുന്നത് ആണാ? ഇതെന്ത് കഷ്ടാന്ന് നോക്കിക്കേ. നിങ്ങൾ ഞങ്ങൾക്ക് കടമുറി തരൂല, പെയിന്റ് അടിക്കാനുള്ളത് തരൂല, പൈസയും തരൂല, ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? എടാ, നീ ഒരു കാര്യം ചെയ്യ്, ക്ലീറ്റസിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവന്റെ ഓഹരി വാങ്ങിച്ച് അവിടെ ഒരു ബിസിനസ്. അമ്മ, ഒരു നല്ല കാര്യം നടന്നതാണ്. എനിക്കൊരു 10 രൂപ വരുമാനം കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തുടങ്ങിയാണ് ഇവിടേക്ക് ഈ സൂക്കട്. നീ എന്തിനാണ് ഈ ഭ്രാന്ത് എടുക്കണത്? താങ്കൾക്ക് ഒരു ഗുണം ഉണ്ടാവുമ്പോ സന്തോഷിക്കല്ലേ വേണ്ട? ഇങ്ങനെയുണ്ടോ ഒരു ആർത്തി? നിന്നോടൊക്കെ ദൈവം ചോദിക്കൂടാ. ആ ദൈവം അല്ലേ ചോദിക്കാൻ പോണ, ക്ലീറ്റസ് ആണ്. എന്തേ ഇവിടെ കനകം ഇങ്ങോട്ട് വന്നേ, എന്തേ ഇങ്ങോട്ട് വാന്നൊരു പ്രശ്നം.